PMGSY ഫണ്ട് ഉപയോഗിച്ച് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ റോഡുകൾ കൂടുതൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പരമാവധി പരിശ്രമിച്ചിട്ടാണ് ഒരു പദ്ധതി അവസാനം ഈ ഒരു തലത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സാധിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയും വളരെയധികം പരിശ്രമം കൊണ്ടുമൊക്കെ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫർട്ട് ചെറിയതല്ല. അപ്പം അതിവിടെ എല്ലാവരും പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ MP എന്നുള്ള നിലയിലും അതുപോലെ ബഹുമാനപ്പെട്ട MLA ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി ജോൺ, അദ്ദേഹം ഇക്കാര്യത്തിൽ കാണിച്ച ആ ഒരു നല്ല മനസ്സ്, അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നൽകിയ പ്രോത്സാഹനം ഇവിടെ പ്രത്യേകം പരാമർശിച്ചു. ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ടീം വർക്കായി കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്കും അവസരമുള്ളൂ. അപ്പം അക്കാര്യത്തിൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് വാരപ്പെട്ടി പഞ്ചായത്തിൽ PMGSY റോഡിന് ഇത്രയും മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത് പറയേണ്ട ആള് ശ്രീ PKCയുടെ ആണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ടീം വർക്കായി നാടിൻ്റെ വികസന കാര്യത്തിൽ എല്ലാ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരു മനസ്സോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരമുള്ള ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടും ഉപയോഗിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പല്ലാരിമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെയും മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ആയവന ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന അടിവാട് തെക്കേകവല കനാൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മൈലൂർ ഏറാമ്പ്ര അരിങ്ങാട്ടിഞ്ഞാൽ ഓളിക്കോട്ടുപടി സംഗമം കവല ആന്റണി കവല കടുമ്പിടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം വാരപ്പെട്ടി ഏറാമ്പ്ര കനാൽ ജംഗ്ഷനിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലാണ്. ഇതിന് നേതൃത്വം കൊടുത്ത കോതമംഗലം MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ MP പ്രത്യേകം അനുമോദിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ആമുഖ പ്രസംഗം നടത്തി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, റാണിക്കുട്ടി ജോർജ്, ബിന്ദു ശശി, OE അബ്ബാസ്, MS ബെന്നി, ദീപ ഷാജു, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ഷജി ബസി, ഷാജി വർഗീസ്, അഡ്വക്കേറ്റ് AR ആനി, ജോസി പോൾ, രജിൻ കുമാർ, PA PT മാത്യു, AS ബാലകൃഷ്ണൻ, ഹാൻസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.